ഹായ്, ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഫുൾ രാവിലത്തെ മോർണിംഗ്. നമ്മുടെ ഇപ്പം സമയം 6:30, എല്ലാവരും 7:30. ഞങ്ങൾ 6:30 ആകുമ്പോഴത്തേക്കും പോകണം വിചാരിച്ചു, പക്ഷെ ഒരു നടന്നില്ല. 1 hour ലേറ്റായി. പക്ഷേ 1 hour ലേറ്റ് ആയുള്ളൂ കേട്ടോ. സാധാരണ അങ്ങനെ സാധാരണ ഞങ്ങൾ 2 hour. ഇപ്പം ഞങ്ങൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തോ ഭാഗ്യത്തിന് അടുത്ത് തന്നെ റൂം എടുത്തില്ലെങ്കിൽ അതെ, അതും പോയേനെ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അമ്പലത്തിനടുത്ത് തന്നെ റൂം എടുക്കാനുള്ള ഈ കാരണം. ഡ്രസ്സിനെ കുറിച്ച് 4 വാക്ക്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് തന്നാണ് ഗൈസ്. ഇങ്ങനെയുണ്ട്. അതായത് ഈ ഫ്രണ്ട് എനിക്ക് കല്യാണത്തിന് ഇത് ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. ഇതവള് സ്വന്തമായി വാങ്ങിച്ചു. നിനക്ക് നിന്റെ കല്യാണം ആകുമ്പോൾ ഞാനും തരും. എനിക്കിത് വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും പറയാം. ഓർഡർ തരുന്നു. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 200-300 മീറ്റർ ഉള്ളു അമ്പലത്തേക്ക്. അതെ, കുട്ടി മുല്ലപ്പൊക്കെ വെച്ച് സെറ്റായി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബിലോ. പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെ സ്റ്റുഡൻസ് എങ്ങനെയുണ്ട് മക്കളെ? സുഹാന ടീച്ചർ എങ്ങനെയുണ്ട് എന്ന് പറയണം. അതെ, എങ്ങനെയുണ്ട്? നിങ്ങളാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതലെന്ന് ഞങ്ങൾക്കറിയാം. ആകെയുള്ളത് ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ ടീച്ചറുടെ ഫ്രണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബിലോ. ഇന്നലെ രാത്രി സൺസെറ്റ് കാണാൻ വന്ന സമയത്ത് ഇതൊന്നും കണ്ടില്ലായിരുന്നു. ഞങ്ങളൊരു റഷിലായിരുന്നു, ഫുഡ് ഹണ്ടിലായിരുന്നു. ഇന്നലെ നമ്മുടെ നോൺ വെജ് തപ്പി ഇറങ്ങിയത് കുറച്ച് പാടായിപ്പോയി. നടന്ന് നമ്മളൊരു വഴി തെറ്റി. വഴി തെറ്റിയൊന്നുമല്ല, റെസ്റ്റോറൻറ്റിലെത്തി. നല്ല റേറ്റ് ആയി. എൻ്റെ അതിന് വേണ്ട ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയതുമില്ല. അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ റിട്ടേൺ അടിച്ച് വെജിലോട്ട് മാറി. ആ ചില്ലറ എടുത്തോ ചെരുപ്പ് കഴിക്കാൻ? 2 രൂപയാണ് കേട്ടോ ഇവിടെ. 1 രൂപ ഒരാളുടെ ചെരുപ്പ്. 1 രൂപ 2 രൂപ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ചെരുപ്പ് പുറത്തൊക്കെ ഇടാം. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർ ഉത്തരവാദിയല്ല. ഞങ്ങളിത് തിരിച്ചു വന്ന ശേഷം അല്ല, ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു പൂ വാങ്ങിച്ചിട്ട് ഞാൻ തലയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കും സെക്യൂരിറ്റി ഓടി വന്നിട്ട് പറഞ്ഞു ഫോട്ടോ വേണേ എടുത്ത് വീഡിയോ എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒരുപാട് റീൽസ് കാണാറുണ്ടല്ലോ. ആ റീൽസ് കണ്ടതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അല്ല, ഞാൻ ആർക്കിടെക്ചർ കാണാനാണ് വന്നേക്കുന്നത്. അയ്യടാ, വെറുതെ അറിയാട്ടോ. ഇന്ത്യൻ ആർക്കിടെക്ചർ അതുണ്ട്. അമ്മ കൈവരിക്കുന്നു. നിങ്ങൾ സാരി ഉടുത്ത് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കെങ്കിലും എഴുന്നേറ്റിട്ട് റെഡിയാവാൻ തുടങ്ങണം. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ 5:15. അതായത് 5 മണിക്ക് അലാറം വെച്ച് ചെയ്താൽ കല്യാണം രജിസ്റ്റർ മാരേജ് മുല്ലപ്പ് വെക്കാം അല്ലേ? ചിലവ് കുറച്ച് അവിടെ കല്യാണം കഴിക്കുന്നതാണ് പറയുന്നത്. ആ പൈസയിൽ അവിടെ ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോകുന്ന സമയത്ത് കൂടെ ഞാനും കാണാം, എൻ്റെ ഭർത്താവാണ്. അപ്പം എൻ്റെ ഭർത്താവ് സൈഡിലുണ്ടാവും. ടെമ്പിളിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച തന്നെ ഇതുപോലുള്ള പൂജാദ്രവ്യങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. പ്രധാനപ്പെട്ട 3 പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്: വരാഹമൂർത്തി, അമ്മൻ, പിന്നെ മഹാദേവൻ. ശിവനുള്ള പൂജാദ്രവ്യങ്ങൾക്കായി 100 രൂപയും വരാഹമൂർത്തിക്കും അമ്മനും 60 രൂപ വീതവുമാണ് ഇവിടെ ചാർജ് വരുന്നത്. 3ഉം കൂടെ 220 രൂപയാണ് ആയത്.
ഗായ്സ്, ഇത് ഇവിടുത്തെ പ്രസാദമായിരുന്നു. ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ നേർച്ചയാക്കിയ പ്രസാദം ആളുകൾക്ക് എത്തിക്കില്ലേ, അതുപോലെ ഇത് അവർ നൽകുന്നതാണത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കും കിട്ടി. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൾ അതൊന്ന് പൂജിക്കട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്, കാണാനില്ല. ഗൈസ്, അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അർച്ചന എല്ലാം കഴിഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അവൾ അതറിയാതെ വീണ്ടും വാങ്ങിച്ചു. 2 പേർക്കും തരും. ആ 2 പേർ ഞാൻ അർച്ചനയൊക്കെ ചെയ്തു. തന്നതായിരുന്നു. അർച്ചനയൊക്കെ ചെയ്തു. ഉള്ളിൽ പോയിട്ട് നമുക്ക് അർച്ചന ചെയ്യാൻ പറ്റും. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വേണമെന്നാണ് തോന്നുന്നത്. എത്ര വേണം? അതെനിക്കറിയില്ല. അവർ ചോദിച്ചപ്പോൾ ഞാൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരി എന്ന് പറഞ്ഞു. അർച്ചന ചീട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കറിയില്ല. അപ്പോൾ കേരളയിൽ നിന്നാണോ ചോദിച്ചത്? ഞാൻ പറഞ്ഞു അതെ. വെറുതെ അങ്ങനെ ഞാൻ അർച്ചനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇവിടെ ശിവൻ്റെ ടെമ്പിൾ ഉണ്ട്, പിന്നെ പാർവതി അമ്മൻ ടെമ്പിൾ ഉണ്ട്, പിന്നെ വരാഹമൂർത്തി. ഇവിടെയൊക്കെ നമുക്ക് അർച്ചന ചെയ്യാൻ പറ്റും. 160 ആയിട്ടാണ്. നമുക്ക് മറ്റേ ഒരു ബാഗിനകത്ത് കുറേ സാധനങ്ങൾ, പൂജാ സാധനങ്ങളൊക്കെ തരും. അപ്പോൾ ശിവൻ്റെ അവിടെ പോയി, പാർവതിയുടെ അവിടെയും പോയി, വരാഹമൂർത്തിയുടെ അവിടെയും പോയി. അപ്പോൾ ഉള്ളിൽ പോയിട്ട്, പാർവതിയുടെ ഉള്ളിൽ പോയിട്ട് നമുക്ക് പൂജ ചെയ്യണമെങ്കിൽ എത്രയോ പേയ്മെൻറ്റ് കൊടുക്കണം. അതിനോട് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു ഇല്ല, ഞാൻ ചോദിച്ചില്ല. ചോദിച്ച ഉടനെ വേണ്ട പറഞ്ഞു. എനിക്ക് മനസ്സിലായി. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഉള്ളിലേക്ക് പോണതൊക്കെ നമുക്ക് ഈ ഓരോ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു, നിങ്ങൾ തന്നെ ചെയ്തോളൂ. പിന്നെ എൻ്റെ നാടും നക്ഷത്രവും പേരൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ പേരിലൊക്കെ അവർ ചെയ്തു. കേരള എന്നാണ് പ്രത്യേകിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേ. അപ്പോഴത്തേക്ക് കുട്ടിയുടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, എനിക്കും കിട്ടി. വേണ്ടി. അപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഗൈസ്. ஆதிராவுக்கு ஜோசியம் நல்லா இருக்கா, ஜாதகம் நல்லா இருக்கா, ராசி நல்லா இருக்கா, நேரம் நல்லா இருக்கான்னு பாருங்க. ஆதிராவுக்கு இடமா, ஆதிராவுக்கு ஜோசியம் நல்லா இருக்கணும். ஆதிரா வந்து குணத்தில் லட்சுமியாக வரும், கோபத்தில் பத்திரகாளியாக வரும். ഇത് പനിയാരം, ഇത് എഗ് പപ്സ്.